കല്യാണം കഴിച്ച പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ഓഫ് ബ്യൂറോയുടെ പുതിയ കണക്കുകളാണ്. 2023 കണക്കുകൾ പ്രകാരം 100-80% പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 56% 45 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. അതിൽ തന്നെ 76% കല്യാണം കഴിച്ചവരാണ്. കടുത്ത മാനസിക സമ്മർദ്ദം, സാമ്പത്തിക പ്രയാസങ്ങൾ, തൻ്റെ വീട്ടുകാരും പങ്കാളിയുമായിട്ടും ഇവരെ ബാലൻസ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, പെട്ടെന്ന് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് ചേക്കേറേണ്ടി വരുന്നത്, അവിടെ ആരും മാനസിക പിന്തുണകൾ ലഭിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, കൾച്ചറൽ ഡിഫറൻസും അതേപോലെ തന്നെ ജനറേഷൻ ഡിഫറൻസും ഒക്കെ മക്കൾക്ക് ഈ ഷിഫ്റ്റിംഗ് ഒക്കെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട നിർബന്ധ ഘട്ടം എത്തുന്നു. അവർക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഘട്ടം എത്തുന്നു. കമ്പാരിസൺ നടത്തുകയാണ്. ഇല്ലായ്മയുടെ കഥകളൊന്നും മക്കൾക്ക് കേൾക്കുന്ന മൈൻഡ് സെറ്റിലുള്ള മക്കളല്ല. അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളുകളായിട്ട് കടബാധ്യതയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ പലപ്പോഴും ഈ കൂട്ടുകാരിൽ നിന്നൊക്കെ അകന്നു പോകുകയും ഒറ്റപ്പെടുകയും ഫീൽ ചെയ്യാറുണ്ട്. ഇവർക്ക് പിന്തുണകൾ കൊടുക്കാൻ, ഇവർക്ക് തുറന്നു പറയാൻ ആളുകൾ ഇല്ലാത്തവരായി മാറും. ചിലപ്പം സ്വന്തം പങ്കാളി പോലും ഇങ്ങനെ കേൾക്കാത്തവരായി മാറാറുണ്ട്. ഈ ലോങ് ഡിസ്റ്റൻസിലൊക്കെ നിൽക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന കഥകളിലൂടെയൊക്കെ തൻ്റെ കുടുംബത്തെയും കണക്ട് ചെയ്യാറുണ്ട്. അവിഹിതങ്ങളും അങ്ങനത്തെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ഇതും മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാറുണ്ട്. ശ്രദ്ധിക്കുക, മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും തുറന്നു പറയുക. ഏത് പ്രശ്നത്തിനും പരിഹാരങ്ങളുണ്ടാകും.